വിഴിഞ്ഞത്തെ വിദേശ നിക്ഷേപത്തെക്കുറിച്ചുള്ള ആദ്യ വാർത്ത വന്നത് ദേശാഭിമാനിയിൽ ആണെന്നത് കള്ളപ്രചാര വേല എന്ന അതേസമയം എം.വി. ഗോവിന്ദൻ പറയുകയാണ്. എക്കണോമിക്സ് ടൈംസിലാണ് ആദ്യം വാർത്ത വന്നത്. ദേശാഭിമാനിയിൽ അങ്ങനെ ഒരു വാർത്ത വരാൻ പാടില്ല. ദേശാഭിമാനിയിൽ പാർട്ടിയുടെ കൂടുതൽ ശ്രദ്ധയുണ്ടാകുമെന്നും എം.വി. ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഓഹരി കൈമാറ്റം സംബന്ധിച്ച വാർത്ത ആദ്യം പ്രസിദ്ധീകരിച്ച് ദേശാഭിമാനി പത്രമാണ് എന്ന ഒരു വ്യാജ പ്രചാരവേല. യഥാർത്ഥത്തിൽ ദേശാഭിമാനി പത്രത്തിൽ ആണ് ആദ്യം വാർത്ത വന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത് തെറ്റായ ഒരു പ്രസ്താവനയാണ്. ആദ്യം പ്രസിദ്ധീകരിച്ചത് ദേശാഭിമാനി പത്രമല്ല, ജൂൺ 1-ാം തീയതി എക്കണോമിക്സ് ടൈംസ് ആണ് ഈ വാർത്ത ആദ്യം പ്രസിദ്ധീകരിച്ചത്. അതിനുശേഷം ജൂൺ 3-ന് മാതൃഭൂമിയുടെ ബാക്ക് പേജിൽ ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടെ അവർ നൽകിയിട്ടുണ്ട്. ദേശാഭിമാനി വന്നു, ദേശാഭിമാനി വരാൻ പാടില്ല, അതിനെന്താ സംശയമുള്ളത്? ഞങ്ങൾ അന്ന് അംഗീകരിച്ചില്ല, ഇന്നും അംഗീകരിച്ചില്ല. ഈ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ, അതായത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് അവരുടെ ഷെയർ കൈമാറാൻ ഉള്ള ഈ നീക്കത്തിൽ ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് നിങ്ങൾ ആരെങ്കിലും പറയണം. നിങ്ങൾ ചോദിച്ചോ, എന്ത് തെറ്റാണ് ചെയ്തത്? ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത്? അതാണ് എൻ്റെ ചോദ്യം. ആദ്യമായിട്ടാണ് മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നത്. ചോദിച്ചോ, 2, 3, 4 പേര് ചോദിച്ചോ, എന്നിട്ട് ഞാൻ മറുപടി പറയാം. എന്ത് തെറ്റാണ് സർക്കാർ ചെയ്തത്? 5 മണിക്ക് അല്ല, ചോദിക്കണം, ഇത് ചോദിക്കണം. ഞാൻ എൻ്റെ ചോദ്യത്തിന് മറുപടി പറയണം. ഞാൻ ആദ്യമായിട്ട് അങ്ങോട്ട് ചോദിക്കുക. ഇനി എനിക്കൊരു കാര്യം കൂടി പറയട്ടെ. ഒരു വിഷയം വരുമ്പോൾ ആ വിഷയം ഞങ്ങളും പഠിക്കണം, നിങ്ങളും പഠിക്കണം. റിപ്പോർട്ട് ചെയ്യുന്നവർ ഒരു 60% മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഓഹരി കൈമാറ്റം നടന്നു എന്നാണ്. പറഞ്ഞു, റിപ്പോർട്ടർമാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണിച്ചാൽ എൻ്റെ കയ്യിൽ തെളിവുണ്ട്. ഓഹരി കൈമാറ്റം നടന്നു എന്ന്. ഒരു ഓഹരി കൈമാറ്റവും നടന്നിട്ടില്ല. ഓഹരി കൈമാറ്റം സംബന്ധിച്ച കൃത്യമായ വകുപ്പുകൾ കൺസെഷൻ എഗ്രിമെൻറ്റിലുണ്ട്. ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുമതി ഇല്ലാതെ, കാരണം ഈ പോർട്ടിൻ്റെ ഓണർ എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. അവർ കൺസെഷൻ എഗ്രിമെൻറ്റിൽ ഡെവലപ്മെൻറ്റും ഓപ്പറേഷനും നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടി മാത്രമാണ്. മനസ്സിലാക്കിക്കൊള്ളാം. ഗവൺമെൻറ്റാണ് ഓണർ. ആ അതോറിറ്റി, അതായത് ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ആ അതോറിറ്റിയുടെ അനുവാദം ഇല്ലാതെ അവിടെ 25% ഒരു ട്രാൻസ്ഫറും, അതായത് അവരുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. അതായത് കൺസെഷൻ ഈ അദാനി പോർട്ട് MSCയുമായി 1 വർഷമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. ആദ്യം അറിയുന്ന ആർക്കാണ്? ജൂൺ 5-ാം തീയതി 2026 ദേശാഭിമാനി പത്രം, വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ, ഓഹരി വാങ്ങാനുള്ള ചർച്ച വേഗത്തിലാക്കി. ജൂൺ 5 ഞങ്ങളുടെ MD അവിടെ ചാർജ് എടുക്കുന്നത് ജൂൺ 11-ാം തീയതിയാണ്. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ആണല്ലോ. ജൂൺ 11-ാം തീയതി ഞങ്ങളുടെ MD അവിടെ രാജായി. അതിനു മുമ്പ് അറിയാമായിരുന്ന ഏക പത്രം ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയുടെ സോഴ്സ് എന്താണ്? ഗവൺമെൻറ്റാണ് ദേശാഭിമാനിയുടെ സോഴ്സ്. ആ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആ കഴിഞ്ഞ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് ദേശാഭിമാനിയുടെ സോഴ്സ്. നിങ്ങൾക്ക് ഒരു അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിൻ്റെ ഒരു പോക്കേ. മാധ്യമങ്ങൾക്കും കിട്ടാത്ത വാർത്ത വിഴിഞ്ഞത്ത് വരും. ഞാനിപ്പോഴാണ് കാണുന്നത്, ഇന്നലെയാണ് കാണുന്നത്. വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ, ഓഹരി വാങ്ങാനുള്ള ചർച്ച വേഗത്തിലാക്കി. അപ്പം ഞങ്ങളുടെ MD അവിടെ ചാർജ് എടുത്തതിന് ശേഷമല്ല, അതിനു മുൻപ് അവിടെ MD ഉണ്ടായിരുന്നു, ഗവൺമെൻറ് ഉണ്ടായിരുന്നു, പോർട്ടും മന്ത്രി ഉണ്ടായിരുന്നു.